എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ടാണ്. വളരെ സോഫ്റ്റാണ്. ബീറ്ററിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ട് ഈ ഒരു കേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിനു മുൻപൊരു ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഈ ഒരു ക്യാരറ്റ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മസാല എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ പട്ട പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ പട്ട പൊടിച്ചതും കുറച്ച് ഏലക്കപ്പൊടി, അതുപോലെ തന്നെ ഗ്രാമ്പു പൊടിച്ചതും കുറച്ച് ജാതിക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. പട്ട പൊടിച്ചത് മാത്രമായിട്ടും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ചേർക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുന്നെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എല്ലാം കൂടി 1 ടീസ്പൂൺ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു കേക്കാണ്. ഇതിൽ നമ്മൾ കാരമലൈസ്ഡ് സിറപ്പൊന്നും എടുക്കുന്നില്ല, നമ്മൾ പഞ്ചസാരയാണ് ഇത് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കറുത്ത മുന്തിരിങ്ങയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്ലം കേക്കിന് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പൊടി എടുത്ത് ഇതിലൊന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇത് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ക്യാരറ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്തിടരുത്, കേക്ക് ശരിയാവില്ല. അപ്പോൾ ക്യാരറ്റ് പുറത്തെടുത്ത് വെച്ചിട്ട് ചെയ്യാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന വലിയ 3 മുട്ടയാണ്. അപ്പോൾ 2 or 3 മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ ഇനി മിക്സിയുടെ ജാറ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം. പക്ഷേ മിക്സിയുടെ ജാറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ 1 കപ്പ് മൈദയ്ക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർക്കാം. 1/4 കപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല മധുരമാണ്. അപ്പോൾ മധുരം നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. ഇനി ഈ ഒരു മുട്ടയുടെ ചുവ ഒന്ന് മാറിക്കിട്ടാനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുക്കണമെന്നില്ല, കാരണം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് 2 മിനിറ്റ് ഹൈ സ്പീഡിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. കറക്റ്റ് 2 മിനിറ്റ് തന്നെ അടിക്കുക, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഇത് കിട്ടുക. ഇപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ കേക്കിന് ചേർക്കുക. മണമില്ലാത്ത ഏതെണ്ണയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ കേക്കിൽ ഏറ്റവും നല്ലത് എണ്ണ ചേർക്കുന്നതാണ് ബട്ടർ ചേർക്കുന്നതിനെക്കാട്ടിൽ. അപ്പോൾ എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് ഇനി ഒരുപാട് അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ എണ്ണയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശായിട്ട് ചേർത്തിട്ട് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 2 തവണകളായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കേക്ക് കുക്കറിലും ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. കുക്കറിൽ ചെയ്യുന്ന വീഡിയോ ഇതിന് മുൻപേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുക്കറിൽ മാത്രമല്ല സോസ് പാനിലും നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്യാവോ അതിലെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് അവസാനം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ക്യാരറ്റ് ജ്യൂസ് ആക്കിയിട്ട് ചേർക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതാണ്.
ക്യാരറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി കുറച്ച് മുന്തിരിങ്ങയും ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യരുത്. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ താഴേക്ക് അങ്ങ് അടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് കേക്ക് ടിന്നിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് മതിയാകും ഈ ഒരു കപ്പിൻ്റെ അളവിന്. അപ്പോൾ ഇത് ഏകദേശം 1 കിലോയുടെ ഒരു കേക്കാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബദാമും ടൂട്ടി ഫ്രൂട്ടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനാണ്. അതിലേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്ക് ഇപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്ലീനായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഓരോ ഓവൻ്റെ സമയവും ടെമ്പറേച്ചറും അനുസരിച്ചിട്ട് സമയം കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കേക്കിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇതിന് മുൻപ് നമ്മളൊരു ക്യാരറ്റ് കേക്ക് ഇട്ടിട്ടുണ്ട്. അത് ക്യാരറ്റ് കേക്കും ക്രീം ചീസും കൂടി ഇട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോസ്റ്റിങ്ങും ചെയ്തെടുക്കാം ഈ ഒരു കേക്കിൽ. അപ്പോൾ നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മിക്സിയിൽ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീറ്ററിലാന്ന് വെച്ചിട്ട് ഇനി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ വളരെ ഈസി ആയിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ലൊരു ഫ്ലേവറുമാണ്. ആ സ്പൈസിൻ്റെയും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു കേക്കിനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ കാരമലൈസ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയും ഈ ഒരു കേക്കിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ മുന്തിരിങ്ങയൊക്കെ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല മോയ്സ്റ്റായിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതിനു മുൻപുള്ള നമ്മുടെ പ്ലം കേക്കുകളും അതുപോലെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും ഒന്നും കാണാൻ മറക്കരുത്. അപ്പോൾ എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്